മലപ്പുറം തിരൂരങ്ങാടിയിൽ മദ്യലഹരിയിൽ അയൽവാസികൾക്ക് നേരെ കൊലവിളി നടത്തിയ യുവാവ് അറസ്റ്റിലായി. അരീക്കോട് കഞ്ചാവ് ചെടികളുമായി ഇതര സംസ്ഥാന തൊഴിലാളിയെ പിടികൂടി. ലഹരിയെക്കുറിച്ച് വിവരം ലഭിച്ചാൽ എക്സൈസ് സ്വന്തം നിലയിൽ പരിശോധന നടത്തുമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. 5 കിലോ കഞ്ചാവുമായാണ് ഒഡീഷയിൽ നിന്നുള്ള കഞ്ചാവ് കൃഷിക്കാർ കൊച്ചി നാർക്കോട്ടിക് സെല്ലിന്റെ പിടിയിലായത്. മലപ്പുറം അരീക്കോട് 1 കിലോ കഞ്ചാവും കഞ്ചാവ് ചെടികളുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിലായിട്ടുണ്ട്. ആസാം നാഗോൺ സ്വദേശി മുഹമ്മദ് ഹനീഫയാണ് അറസ്റ്റിലായത്. കാവനൂരിലെ വാടക വീട്ടിൽ ബക്കറ്റിലായിരുന്നു ഇയാൾ 2 കഞ്ചാവ് ചെടികൾ വളർത്തിയിരുന്നത്. ലഹരിയുമായി ബന്ധപ്പെട്ട് വിവരം ലഭിച്ചാൽ എക്സൈസ് സ്വന്തം നിലയിൽ പരിശോധന നടത്തുമെന്ന് മന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കി. ലഹരി എന്നേ നമ്മൾ കാണുന്നുള്ളൂ, അതെവിടെ എന്നുള്ളത് സർക്കാരിന്റെ മുമ്പിലുള്ള പ്രശ്നമല്ല. എവിടെയാണെങ്കിലും ലഹരി ഉപയോഗം നമുക്ക് അംഗീകരിക്കാനേ പറ്റുന്ന കാര്യമല്ല. അതിന് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തിന് പ്രത്യേക പരിഗണന പവിത്രതയൊന്നുമില്ല. അപ്പോൾ ലഹരി സംബന്ധിച്ച് വിവരം കിട്ടിയാൽ എവിടെയാണെങ്കിലും പരിശോധനകൾ ഉണ്ടാവും. മലപ്പുറം തിരൂരങ്ങാടിയിൽ മദ്യലഹരിയിൽ അയൽവാസികൾക്കു നേരെ കൊലവിളി നടത്തിയ യുവാവ് അറസ്റ്റിലായി. ചമ്മാട് മാനിപ്പാടം സ്വദേശി നടമ്മൽ പുതിയകത്ത് റാഫിയെയാണ് തിരൂരങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തത്. കാലം കെട്ടി വന്ന ഞമ്മടത്തേക്ക് വരരുത്. വന്ന പള്ളക്ക് ഞാൻ കേട്ടു, കേട്ടു. തിരുവനന്തപുരം പോത്തൻകോട് ലഹരി മാഫിയ സംഘം യുവാക്കളെ വെട്ടിപ്പരുക്കേൽപ്പിച്ചു. കഞ്ചാവ് വിൽപ്പന പോലീസിൽ അറിയിച്ച യുവാക്കളെയാണ് ആക്രമിച്ചത്. 24 തിരൂർ.